എനിക്ക് ഒരുപാട് ഹിറ്റുകൾ കിട്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഇടയ്ക്ക് പരാജയങ്ങളും കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോ കഴിഞ്ഞ കുറെ ഹിറ്റുകൾ കിട്ടി എന്ന് പറഞ്ഞാൽ ഇനി എല്ലാം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ കഴിഞ്ഞ കുറെ പരാജയങ്ങൾ ഉണ്ടായോ അല്ലെങ്കിൽ 1-2 സിനിമ മോശമായി എന്ന് പറഞ്ഞാൽ അടുത്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ഒരു ജാതകമുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ നിലനിർത്തിയ ഒരു ആക്ടറാണ് ഞാൻ. കാരണം ഞാൻ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ഒരാളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും മീഡിയയും എല്ലാവരും തന്ന സപ്പോർട്ടിൽ തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ നിൽക്കുന്ന സ്ഥലത്ത് വരെ എത്തിയിരിക്കുന്നത്. അത് എൻ്റെ സിനിമകൾ എല്ലാം ഒരേ ടൈപ്പ് സിനിമകളല്ല, പല പല ടൈപ്പ് സിനിമകൾ, പല പല ടൈപ്പ് കഥാപാത്രങ്ങളാണ്. അതിൽ ചിലത് വർക്കൗട്ടാവും, ചിലത് വർക്കൗട്ടാവില്ല. ഇപ്പൊ ഭയങ്കര വലിയ സക്സസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് അങ്ങനെ നടക്കുന്ന ഒരാളല്ല. പരാജയവും വിജയവും ഇതിൻ്റെ ഒക്കെ ഭാഗമായി പോകുന്നു. പിന്നെ ഒരു പടം വർക്കൗട്ട് ആയില്ലെങ്കിൽ നമുക്ക് സങ്കടം എന്ന് വെച്ചാൽ പാവം അതിന്റെ പ്രൊഡ്യൂസർ എത്രയും നമുക്ക് ചിലപ്പോൾ അടുത്ത സിനിമയിൽ അത് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ ആ പ്രൊഡക്റ്റ് ഫെയിലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നഷ്ടം പ്രൊഡ്യൂസേഴ്സിന്. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും അടുത്ത സിനിമ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും ഏത് സിനിമ ചെയ്യുന്ന ഒരാളും ഈ സിനിമ നന്നാവണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഫെയ്റ്റും നമുക്ക് അറിഞ്ഞൂടാ. ടാർഗറ്റ് ചെയ്യുന്നത് ഇന്നലെ തുടങ്ങുന്നല്ലോ എന്നെ. ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി. അല്ല, ഞാൻ നിങ്ങൾ കാണുന്നതല്ലേ, എന്റെ ഓരോ സിനിമ വരുന്നതിന് മുമ്പ് ഓരോ ഐറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾ ഇന്നലെ എല്ലാവരും കാണുന്നത്. ഇതിപ്പോ കുറെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ്. അതൊന്നും ഏക്കാതെ ആയപ്പോ വേറെ രീതിയിലൊക്കെ ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ ഫേസ് ചെയ്യാം. നമ്മള് സിനിമയാണ് എൻ്റെ ലോകം, സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ കുറെ ഒരു ഫൈറ്റിൽ നിൽക്കുകയാണ്, അത് അതിന്റെ വഴിക്ക് പോവാ, അല്ലാണ്ട് അല്ലേ? അല്ല, ഇത്ര വർഷമായിട്ട് ദിലീപേട്ടൻ ആരാണെന്ന് അന്വേഷിച്ചില്ലേ? നിരന്തരം ഞാൻ ആരാണെന്നോ? ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ. കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല. അതാണ് അങ്ങനെ. എൻ്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു ആരോപണം എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നവന്മാർ മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടിക്കുക, വായി തോന്നുന്ന പറയാന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല. എന്തെങ്കിലും ഒരിക്കൽ പറയും. കാത്തിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ. അതെ അതെ, 100%. അത് കയറുന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം. നിങ്ങളുടെ മുമ്പിലുള്ള ഒരാൾ തന്നെ എനിക്ക് പവി. ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞത് ഏതൊരു ഫ്ലാറ്റിൽ, നമ്മൾ മിക്ക ആൾക്കാരും ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ്, താമസിച്ചിട്ടുള്ളവരാണ്. ഫ്ലാറ്റിനെ കുറിച്ച് ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ്. അവിടെ എല്ലാം ഒരു കെയർ ടേക്കർ ഉണ്ടാവും. ഈ പവിത്രൻ എന്ന് പറയുന്ന കെയർ ടേക്കറുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഓടുന്നത് ഇയാളുടെ തലകൂടിയാന്നുള്ളതാണ്. എല്ലാവരുടെയും ഗാർഡിയനാണ് പുള്ളി എന്നുള്ളതാണ്. എല്ലാവരുടെ കാര്യത്തിൽ പോയി ഇടപെടുക എന്നുള്ളതാണ്. അതിൽ നിന്നുണ്ടാകുന്ന തമാശകളും കാര്യങ്ങളെ കൂടി സരസത കൂടി ആണ് ഈ സിനിമ പറയുന്നത്. ഈ അടുത്ത കാലത്ത് ദിലീപേട്ട റിലീസ് കഴിഞ്ഞാൽ അറിയാം, ചില സിനിമകൾ വേണ്ടത്ര ദിലീപേട്ട പ്രതീക്ഷ അത്ര വർക്കൗട്ട് ആവാത്ത സിനിമ